എൻ്റെ പേര് ആൻസി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ മകനാണിത്. എനിക്കും എൻ്റെ മകനും ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു. എനിക്ക് 15 വർഷം കൊണ്ട് അലർജി രോഗമായിരുന്നു. വെജിറ്റബിൾസ് അല്ലാതെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെയും കാലിന് മുട്ടിന് താഴോട്ട് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും. പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം ഒലിക്കുകയായിരുന്നു പരിപാടി. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഒരുപാട് ട്രൈ ചെയ്തു. 2 ആഴ്ചത്തേക്ക് സുഖമുണ്ട്. പിന്നെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ കുഞ്ഞിന് നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാനും അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ആയുർവേദം മരുന്ന് കഴിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് ഇയാളുടേത് ഒരുപാട് പഴകിപ്പോയതായതുകൊണ്ട് 4-5 വർഷത്തോളം മരുന്ന് കഴിച്ച് നോക്കണം, അത് കഴിഞ്ഞ് ശരിയാവുമായിരിക്കാം എന്നാണ് പറഞ്ഞത്. കുഞ്ഞിൻ്റെത് പക്ഷേ 6 മാസം കൊണ്ട് മാറിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ ഏപ്രിൽ മാസം 24-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ദിവസം സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അലർജി രോഗമായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഒരു കടയിൽ കയറി ആഹാരം കഴിച്ചു, അവർക്ക് പിന്നെ ചൊറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് കഴിച്ച് നോക്കാം, പക്ഷേ തിന്നു കഴിഞ്ഞാൽ ചൊറിയോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാനും കുഞ്ഞും ഇങ്ങനെ വിസമ്മതിച്ചിരിക്കുക. അപ്പോൾ അവൻ എന്നോട് പറയും എന്തായാലും 10 മിനിറ്റ് കൊണ്ട് അറിയാമല്ലോ, മമ്മി ആദ്യം കഴിച്ച് നോക്കാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം ഒരു അമ്മയുടെ തൈലം എടുത്ത് ഞാൻ ആദ്യം ആ ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ച് ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ചൊറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ പ്രാവശ്യം എനിക്ക് ചൊറിയുന്നില്ല, അപ്പം നീ കൂടെ കഴിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഒന്നുകൂടെ കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒരു കഷ്ണം കൂടി എടുത്ത് കഴിച്ചപ്പോഴും എനിക്ക് ചൊറിഞ്ഞില്ല. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കും കൂടി താ. പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആ അലർജി രോഗം വന്നിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഞങ്ങളുടെ ശരീരത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെയും എൻ്റെയും വായ്ക്കകത്ത് അവൻ എന്നും എന്നോട് പറയും മമ്മിക്ക് എന്തുണ്ടെങ്കിലും എനിക്കും അത് വരുമെന്ന്. കാരണം എൻ്റെ വായ്ക്കതെല്ലാം വെളുത്ത് കുമ്പളയായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം ആ ഇൻഫെക്ഷൻ ഇങ്ങനെ നിൽക്കും. ഭയങ്കര പെയിനാണ്, വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത വേദനയാണ്. അങ്ങനെ എനിക്കും അവനും ഇത് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം മാതാവിൻ്റെ എണ്ണയും ഉപ്പും ചാലിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ വായ്ക്കകത്ത് പുരട്ടി. പിന്നെ ഒരാഴ്ചയോളം ഈ വേദന നിൽക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ വേദന മാറിക്കിട്ടി. അവനും അതേപോലെ ചെയ്തു കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ആ ഒരു ഇൻഫെക്ഷൻ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഇവൻ്റെ പല്ലിനൊരു അസുഖം ഉണ്ടായിരുന്നു. ഇവൻ്റെ പല്ല് കിളിന്ന് വന്ന കാലം മുതൽ തന്നെ ഞങ്ങൾ ക്ലോറിൻ്റെ വെള്ളമായിരുന്നു യൂസ് ചെയ്തത്. അത് കാരണം പല്ലിനകത്ത് എപ്പോഴും പായൽ പിടിക്കുന്ന മാതിരി പൂപ്പലായിരുന്നു. അത് ഒരുമാതിരി ഒരു യെല്ലോ കളറിലായിരുന്നു അത് കാണപ്പെടുന്നത്. അപ്പം ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ അവനോട് പറഞ്ഞു എന്നും നീ മാതാവിൻ്റെ ഉപ്പ് തൊട്ടിട്ട് ഉമിക്കരിയിലിട്ടിട്ട് നീ തേക്ക് മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർമാരെ എല്ലാം കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു 15 വയസ്സ് കഴിയട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് ഓരോ പല്ലായിട്ട് ക്യാപ്പ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഉപ്പിട്ട് തേച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ ആ ഒരു കളർ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒരു കുഴപ്പവും വന്നിട്ടില്ല. പിന്നെ എൻ്റെ പപ്പയുടെ കാല് മുട്ടിന് ഭയങ്കര പെയിനായിരുന്നു. ഒരു 10 വർഷം കൊണ്ടുള്ള വേദനയാണത്. അങ്ങനെ എക്സ്റേ ഇന്നാളായിട്ടാണ് ഹോസ്പിറ്റലിൽ പപ്പ അങ്ങനെ ആശുപത്രി പോയില്ല. അങ്ങനെ ഞാൻ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞത് എല്ല് നന്നായിട്ട് വളഞ്ഞു പോയി, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ എന്നും അത് തൊട്ടി ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പപ്പയുടെ മുട്ടിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം കൊണ്ടേ എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു ഇനി അത് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു കാര്യമില്ല, മുട്ടിനൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂടെ, ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് താമസിച്ച്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. അങ്ങനെ ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ പോയി എനിക്ക് അച്ഛനെ കാണാനൊരു അവസരം കിട്ടി. ഞാൻ അവിടെ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ വർഷം തന്നെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം വെച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കഴിഞ്ഞ ഡിസംബർ മാസമായിട്ടും ശരിയാവുന്നില്ലല്ലോ എന്നുള്ള വിശ്വാസം, ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കുർബാന കഴിഞ്ഞിട്ട് ഞാൻ തിരികെ പോകുമ്പോൾ ഞാൻ മാതാവിനോട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ അന്ന് അച്ഛൻ പറഞ്ഞു ഇവിടെ കൃപാസനം പണിയുന്നതിന് ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ, ഞാൻ അന്നേരം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ, അച്ഛൻ പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ട് എനിക്ക് വീട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദശാംശം ഞാൻ കൃപാസനം പള്ളി പണിയുന്നതിന് നൽകുമെന്ന് ഞാൻ അന്ന് ഇവിടെ വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അന്ന് മുതൽ എൻ്റെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും ഭവനം എന്നുള്ള ഒരു ചിന്ത വരികയും അതിനൊരു സംസാരം വരികയും ചെയ്തു. കഴിഞ്ഞ ഡിസംബർ മാസം 12-ാം തീയതി ഞങ്ങൾക്ക് വീടിനെ കല്ലിട്ടു. ഈ ഡിസംബർ മാസം 12-ാം തീയതി ഞങ്ങൾക്ക് വീടിന് കല്ലിട്ടു. ഇന്ന് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് അച്ഛനെ അപ്രതീക്ഷിതമായിട്ട് കാണുവാനും അച്ഛൻ എന്നോട് ഒരു ഡേറ്റ് തരുവാനും പാല് കാച്ചുന്നതിന് ഇടവരികയും ചെയ്തു.
പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി, അതിൻ്റെ മകന് ജോലിയില്ലാതെ വർഷങ്ങളായിട്ട് വിഷമിക്കുകയായിരുന്നു. അഭിജിത്ത് എന്നാണ് പേര്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിക്കാത്തൊരു വിഷയം അവൻ്റെ പേര് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം അവന് റിഗിൽ ജോലി കിട്ടുകയും മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് നല്ല ജോലി ലഭിക്കാനും ഇപ്പം 3 മാസം കൂടിയിരിക്കുമ്പോൾ അവന് നാട്ടിൽ വരുവാനും അവസരം കിട്ടി. മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു.